കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലിറ്റിൽ തോട്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നടത്തിയത് ബോംബാർഡ്മെന്റ് സ്റ്റേജ് എന്താണെന്ന് വരെയായിരുന്നു. ഇനി നമ്മൾ ഭൂമിയെ കുറിച്ച് പറയണമെങ്കിൽ 2 യുഗങ്ങളെ കുറിച്ച് പറയണമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അത് അർക്കിയൻ യുഗവും പ്രൊട്ടറോസോയിക് യുഗവുമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അർക്കിയൻ യുഗം എന്തുവാണെന്ന് നോക്കാം. ഏകദേശം 4 ബില്യൺ മുതൽ 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ അർക്കിയൻ യുഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ സമയത്ത് ഭൂമിയിൽ കോമറ്റുകളും മറ്റ് ഉൽക്കകളും വന്ന് പതിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന്റെ അനന്തരഫലമായിട്ട് ഭൂമിയിൽ വെള്ളമുണ്ടായി. അത് കാരണം മാത്രമല്ല, കണ്ടൻസേഷൻ വഴിയും ഭൂമിയിൽ വെള്ളമുണ്ടായിരുന്നു. പക്ഷെ ഒരു മെയിൻ റീസൺ ആയിട്ട് കോമറ്റും ആസ്ട്രോയിഡും വഴിയാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടായത്. അങ്ങനെ ഭൂമിയിൽ സമുദ്രങ്ങൾ ഉണ്ടായി. അങ്ങനെ അവസാനം ഭൂമിയിൽ കോണ്ടിനെന്റ് എന്ന ഒരു ഭൂഖണ്ഡം ഉണ്ടായി. ആ ഭൂഖണ്ഡത്തിന്റെ പേരാണ് വൾബാറ സൂപ്പർ കോണ്ടിനെന്റ് എന്നായിരുന്നു അതിന്റെ പേര്. ഈ കോണ്ടിനെന്റ് ഉണ്ടായതിനു ശേഷമാണ് ആദ്യമായിട്ട് ഒരു ജീവി ഉണ്ടാകുന്നത്. ജീവി എന്ന് പറയുമ്പം ഏകകോശ ജീവിയാണ്. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് അതുണ്ടായത്. ഈ കാലഘട്ടത്തോടെയാണ്, ഈ സമയത്തോടെയാണ് പ്രൊട്ടറോസോയിക് യുഗം ആരംഭിക്കുന്നത്. ഏകദേശം 2500 മുതൽ 541 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്രൊട്ടറോസോയിക് യുഗമായി കണക്കാക്കപ്പെടുന്നത്. ഈ യുഗമാണ് ഭൂമിയുടെ ചരിത്രത്തില് ഏറ്റവും വലിയ യുഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ യുഗത്തില് ഭൂമിയിൽ ഐസേജസ് ഉണ്ടായി, ഒരുപാട് ഐസേജസ് ഉണ്ടായി. ഈ ഐസേജസ് ഈ കാലഘട്ടത്തിലാണ്, ഈ സമയത്താണ് ഭൂമിയിൽ യുക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജന്റെ അളവ് കൂടുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതെങ്ങനെയാന്ന് ഞാൻ ഇപ്പൊ പറയാം. ഈ ഓർഗാനിസം, ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് സൺലൈറ്റ് സ്വീകരിച്ചിട്ട് ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഓക്സിജനെ പുറന്തള്ളും. അത് അറ്റ്മോസ്ഫിയറിൽ നിറയുകയും ചെയ്തു. പക്ഷെ ഈ സമയത്തും നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മീഥേനാണ്. നമുക്കറിയാം, മീഥേൻ ഗ്രീൻ ഹൗസ് വാതകമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ മീഥേന്റെ അളവ് കൂടുതൽ കാരണം ഭൂമിയിൽ അതികഠിനമായ ചൂടായിരുന്നു. ആ സമയത്ത് ഓക്സിജൻ ഉണ്ടായിരുന്നാലും ആ സമയത്തും അതികഠിനമായ ചൂടായിരുന്നു. പക്ഷേ ഈ മീഥേനും ഓക്സിജനും കൂടിച്ചേരുകയും അത് കാർബൺ ഡൈ ഓക്സൈഡായി പരിണമിക്കുകയും ചെയ്തു. അങ്ങനെ ഭൂമി തണുക്കാൻ തുടങ്ങി. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ കൂടുതൽ കാരണം ഭൂമിക്കൊരു ഓസോൺ ലെയർ ഉണ്ടായി. ഈ ഓസോൺ ലെയർ ആണ് സൂര്യനിൽ നിന്നുള്ള തീവ്രമായ രശ്മികളിൽ നിന്നും ഭൂമിനെ സംരക്ഷിക്കുന്നത്. അതിനു മുമ്പ് വരെ ജീവൻ ഉണ്ടായത് കടലിലായിരുന്നു. കാരണം കടലിന്റെ ഡെപ്തിലേക്ക്, ഉള്ളിലേക്ക് കൂടുതലും സൂര്യന്റെ ഈ രശ്മികൾ ചെന്ന് പതിക്കത്തില്ല, അത്രയും തീവ്രമായിട്ട് ചെന്ന് പതിക്കത്തില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തില് ജീവൻ ഉണ്ടായിരുന്നത് കടലിലായിരുന്നു. അതിനുശേഷം ഓസോൺ പാളി ഉണ്ടായതിനു ശേഷം ഓസോൺ പാളിയുടെ ശക്തി കൂടി വരുന്നതനുസരിച്ച് ജീവികൾ എന്ന് വെച്ചാൽ ആദ്യം ബാക്ടീരിയസ് പോലത്തെ ഉള്ള ജീവികളാണ് ഭൂമിയുടെ വെളിയിലോട്ട് എന്ന് വെച്ചാൽ ലാൻഡിലോട്ട് കടന്നത്. അതിനുശേഷമാണ് ഈ സമയത്താണ് ഫംഗികള് ഫോം ചെയ്തത്. ഈ കാലഘട്ടത്തിന്റെ അവസാന സമയത്താണ് ചില ചെടികളും സൂക്ഷ്മജീവികളും ഈ ലാൻഡിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. മറ്റേത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയതേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് വ്യാപിക്കാൻ തുടങ്ങി, മൊത്തത്തിൽ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത യുഗമായ ഫെനറോസോയിക് യുഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഫെനറോസോയിക് യുഗത്തെ 3 തരംതിരിക്കുന്നുണ്ട്: പാലിയോസോയിക്ക്, മെസോസോയിക്ക്, സെനോസോയിക്ക്. ഇതിൻ്റെ അകത്ത് പാലിയോസോയിക്കാണ് ഏറ്റവും വലിയ യുഗം. ഏകദേശം 540 മുതൽ 240 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പാലിയോസോയിക് യുഗമായിട്ട് കണക്കാക്കുന്നത്. ഈ യുഗത്തിലാണ് ആദ്യമായിട്ട് ആംഫീബിയൻസ് ഉരഗങ്ങൾ എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് നമ്മൾ ഉരഗങ്ങൾ എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഉരഗങ്ങൾ
കരയിലോട്ട് വരുന്നത്. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് 2 മേജർ എക്സ്റ്റിൻഷൻസ് നടക്കുന്നത്. ദ ഓർഡോവീഷ്യൻ മാസ് എക്സ്റ്റിൻഷനും ദ ഡിവോണിയൻ മാസ് എക്സ്റ്റിൻഷനും. അതേപോലെ തന്നെ ഈ യുഗത്തിന്റെ അവസാനം വീണ്ടും ഒരു എക്സ്റ്റിൻഷൻ ഉണ്ടാകുന്നുണ്ട്. ദ പെർമിയൻ മാസ് എക്സ്റ്റിൻഷൻ എന്നായിരുന്നു അതിന്റെ പേര്. ഈ പെർമിയൻ മാസ് എക്സ്റ്റിൻഷനിൽ 75% ജീവികളും നശിച്ചിരുന്നു. 75% എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഡൈനോസേഴ്സ് ആണ്. ഡൈനോസേഴ്സ് അല്ല, ആ സമയത്ത് ഡൈനോസേഴ്സ് ഉണ്ടായിട്ടില്ല. ബ്രാക്കിയോപോഡ്സ് എന്ന് പറയുന്ന ഒരു തരം ജീവികളും പിന്നെ കരയിലുണ്ടായിരുന്ന ചില ജീവികളും പിന്നെ കടലിലുണ്ടായിരുന്ന ജീവികളെയാണ് ഇത് മേജറായിട്ട് അഫക്റ്റ് ചെയ്തത്. ഇതോടെയാണ് നമ്മുടെ അടുത്ത യുഗമായ മെസോസോയിക് ആരംഭിക്കുന്നത്. ഈ മെസോസോയിക്കിനെ 3ആയിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്: ട്രയാസിക്, ജുറാസിക്, ക്രെട്ടേഷ്യസ്. അത് ട്രയാസിക് എന്തുവെന്ന് ഞാൻ ഇപ്പൊ പറയാം. ഏകദേശം 250 മുതൽ 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ട്രയാസിക് ആയിട്ട് കണക്കാക്കുന്നത്. ഡൈനോസേഴ്സ് ഈ സമയത്താണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ഈ സമയത്ത് മാമൽസിന്റെ തുടക്കം ആരംഭിച്ച ആ സമയത്താണ് ഈ മാമൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രയാസിക്കിന്റെ അവസാനം വീണ്ടും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായി. ദ ട്രയാസിക് ജുറാസിക് മാസ് എക്സ്റ്റൻഷൻ എന്നായിരുന്നു അതിന്റെ പേര്. ഇനിയാണ് ജുറാസിക് കാലഘട്ടം ആരംഭിക്കുന്നത്. ഏകദേശം 20 മുതൽ 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ജുറാസിക് കാലഘട്ടമായിട്ട് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് പക്ഷികൾ രൂപം കൊള്ളുന്നത്, ആദ്യമായിട്ട് ബേർഡ്സ് ഫോം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എക്സ്റ്റൻഷൻസ് ഉണ്ടായിട്ടില്ല. ഇനിയാണ് നമ്മൾ അടുത്ത യുഗമായ ക്രെട്ടേഷ്യസിലേക്ക് കടക്കുന്നത്. ഈ ക്രെട്ടേഷ്യസ് എന്ന് പറയാൻ മെസോസോയിക്കിലെ അവസാനത്തെ യുഗമാണ് ക്രെട്ടേഷ്യസ്. ഏകദേശം 15 കോടി മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ക്രെട്ടേഷ്യസ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ടിറാനോസോറസ് റെക്സ് എന്ന് പറയുന്ന ഡൈനോസർ ഇനത്തിൽപ്പെട്ട ജീവി ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏവർക്കും പരിചിതമായ എക്സ്റ്റൻഷനാണ് ഇനി വരാൻ പോകുന്നത്. അവസാനത്തെ എക്സ്റ്റൻഷനായ ദ KT മാസ് എക്സ്റ്റൻഷൻ. ഇതില് നമ്മൾ 75% ജീവികളും നശിച്ചു പോയി. ഇതാണ് നമ്മൾ ഉൽക്കാപതനം കാരണം എക്സ്റ്റൻഷൻ സംഭവിച്ചത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ കേൾക്കുന്നതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ മാത്രമല്ല, അത് ഇതാണ്. KT മാസ് എക്സ്റ്റൻഷൻ, ക്രെട്ടേഷ്യസ് ടെറിട്ടറി മാസ് എക്സ്റ്റൻഷൻ. ഇനിയാണ് സെനോസോയിക് യുഗം ആരംഭിക്കുന്നത്. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ സെനോസോയിക് യുഗം എന്ന് പറയുന്നത്. ഈ സമയത്താണ് മാമൽസ്, ഞാൻ നേരത്തെ പറയാം, മാമൽസ് തുടങ്ങിയതായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തില്. പക്ഷെ ഇപ്പോൾ മാമൽസ് ഫുള്ളി സ്റ്റാർട്ടായി, എന്ന് വെച്ചാൽ ഇപ്പം പൂർണ്ണമായി വ്യാപകമായി. ഏകദേശം 60 ലക്ഷം വർഷങ്ങളെ ആയുള്ളൂ മനുഷ്യപരിണാമം ആരംഭിച്ചിട്ട്. ഹോമിനിറ്റ് എന്ന ജീവിയിൽ നിന്നാണ് മനുഷ്യനും കുരങ്ങുകളും പരിണമിച്ചത്. ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ശിലായുഗം, സ്റ്റോൺ ഏജ് ആരംഭിച്ചത്. അതിനുശേഷം നമ്മൾ ആംഡ് വെപ്പൺസ് എന്ന് വെച്ചാൽ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 ലക്ഷം വർഷങ്ങളെ ആകുന്നുള്ളൂ. പിന്നെ നമുക്ക് ഏവർക്കുള്ള ഒരു സംശയമാണ്, ഇപ്പോഴത്തെ രീതിയിലുള്ള മനുഷ്യർ, നേരത്തെ പരിണമിക്കുന്ന ആ സമയത്ത് മനുഷ്യർ നമുക്ക് അറിയാം നമ്മുടെ ഇപ്പോഴത്തെ കണക്കുള്ള മനുഷ്യരൊന്നുമല്ല. പക്ഷെ ഇപ്പോഴത്തെ കണക്കുള്ള മനുഷ്യർ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായെന്ന് ഞാൻ പറയാം. ഏകദേശം 1 ലക്ഷം മുതൽ 70,000 വർഷങ്ങൾക്ക് മുമ്പ് മുതലാണ് നമ്മളിപ്പോ കാണുന്ന കണക്കുള്ള മനുഷ്യരുണ്ടായത്. അതോടെ സെനോസോയിക് യുഗം അവസാനിക്കുകയാണ്. ഇതിനി മാറാവുന്നത് തന്നെയാണ്, ഇനിയും മാറുന്നത് തന്നെയാണ്. മനുഷ്യരുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ കാരണം ഇതെന്തായാലും മാറും. കാരണം ഇപ്പം 460 കോടി വർഷങ്ങൾ എടുത്താണ് ഭൂമി ഉണ്ടായത്. പക്ഷെ ഭൂമിനെ നശിപ്പിക്കാൻ ഏകദേശം ശതവർഷങ്ങൾ മാത്രം മതി. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാവുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.